അമ്മാവാ കവലയിൽ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അമ്മാവാ. ഭയങ്കര തോരണങ്ങളും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ജില്ലാ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. സ്വീകരണം ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കണ അതല്ല, ഈ ജില്ലാ കമ്മിറ്റിയിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമാണോ? ഇത് ഫ്ലെക്സ് ഒക്കെ വെക്കണതിന് വലിയ പോസ്റ്റ് ഒന്നും വേണ്ട. ഇന്നാളെ ആ വട്ടക്കാട്ടമ്പലത്തിൽ ആന വന്നപ്പോ അതിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായി. ഇവന്റെ ഒരു തമാശ. അത് വേലക്കാര് വെച്ചല്ലേ? അതേപോലെ തന്നെ ഇത് പാർട്ടിക്കാര് വെച്ചിട്ടുള്ളതാണ്. വേലക്കാര് വെച്ച് ഇതൊരു വിലയില്ലാത്തവന്മാര് വെക്കണതാണ്. ഇവൻ എല്ലാ കാര്യത്തിലും വെച്ചാണ്. അമ്മ ഞാൻ അതല്ല ആലോചിക്കണേ, ഇവ എങ്ങനെ ഇത് ഒപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. കുറെ കാലം അതിൽ അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ആദ്യം കുറെ കഷ്ടതയൊക്കെ ഉണ്ടാവും, പിന്നെ പടിപടിയായിട്ട് അവന് ഉയരത്തിൽ. ഇനി അവന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എന്തായാലും അവന് അസല് കുറുക്കന്റെ ബുദ്ധിയാണ്. അവൻ ആരെടുത്താ പഠിച്ച്? നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിന്റെ അടുത്തല്ലേ. എന്തായാലും കൂടെ നിൽക്കാണ്ട് ഇപ്പം കാലി മാറിയത്. ഇപ്പൊ നമ്മുടെ ജില്ലയിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സേവിയറാണ്. അല്ല അവണ്ടല്ല, അവൻ ശരിക്കും ഈ കണ്ണ് കണ്ടിട്ട് തന്നെ ആയിരിക്കും അത് മാറിയിട്ടുണ്ട്. എന്താ സംശയം? അതുകൊണ്ട് സേവിയറിന്റെ വിശ്വസനായോണ്ട് ഇവിടെ യോഗ്യര് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇവൻ വന്നു കയറിയവൻ ഇത് മേടിച്ചെടുക്കണമെങ്കിൽ ചില്ലറ പണി പോരാ. ഞാൻ പറഞ്ഞു എന്തായാലും ഈ ഐഡിയ ഉണ്ടല്ലോ, ഈ ഐഡിയ കണ്ടിട്ട് തന്നെയാണ് അവൻ അന്ന് മാറിയത്, ഉറപ്പാ. പക്ഷെ അന്ന് മാറിയ സമയത്ത് വെറുതെ എന്തൊക്കെയോ കശപിശൊക്കെ ഉണ്ടായി. പായസം വന്നു. സന്തോഷം നോക്ക്. നേതാവിന്റെ ഭാര്യ കുടിച്ചു നോക്കിയോ? നല്ല സൂപ്പർ വയസ്സാ, വേണേ കുടിക്കാർക്കാം. അവനെടുത്തു വെക്കണം. അതൊക്കെ എടുത്ത് അല്ലടാ, നിനക്കൊന്ന് ക്ലീറ്റോന്റെ കൂടെ പോവായിരുന്നില്ല? അതൊക്കെ ഒന്ന് കണ്ടു കേട്ടിട്ടൊക്കെ പോരായിരുന്നല്ലോ. എവിടേക്ക്? ക്ലീറ്റോന്റെ കൂടെ എല്ലാ വലിയ വലിയ ആൾക്കാരെയൊക്കെ കാണാലോ. ഇവളിത് എന്തായി പറയണേ? അതങ്ങനെ അവരുടെ പാർട്ടിയുടെ മീറ്റിംഗിൽ ഇതിലൊന്നും എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റില്ല. പാർട്ടി മെമ്പർഷിപ്പ് വേണം. ശരിയാടാ, നിന്നെ കയറ്റി വിടൂല്ല ചിലപ്പോ അവര്. എന്നെ കുറെ വിളിച്ചതാ, ഞാൻ പക്ഷെ പോയില്ല. എല്ലാവരും എന്നെ തിരക്കുന്നു. അല്ലല്ല, ഇനി പല പല സ്ഥാനങ്ങളിലും അവളെയും കൊണ്ടുപോയെന്നിരിക്കും. പണ്ടേ എന്റെ ഹവിൽദാർ വീരഭദ്രൻ നായർ ഓരോരോ സമ്മേളനങ്ങളിൽ പോകുമ്പോ എന്നെ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പൊ അവസാനം ഞാൻ മടുത്ത് യാത്ര ചെയ്തത്. യവക്ക് ഇപ്പൊ കാണുന്ന ഇളക്കെ ഉള്ളു, പിന്നെ അവളും അങ്ങ് മടുക്കും. കനക, ഇനി പണ്ടത്തെ പോലെ അല്ല, അത് നീ എപ്പോഴും ഓർത്തോളണം കേട്ടോ. ക്ലീറ്റോനെ നോക്കിയിട്ട് അതും ഇതൊന്നും പറയുന്നത്. ഇനി നീ പണ്ടത്തെ പോലെ ഒന്നും പറയാൻ നിൽക്കരുത്. ഒരു ബഹുമാനം ഇതൊക്കെ വേണം. അവന്റെ കൂടെ 3-4 ആളൊക്കെ ഉണ്ടാവും. ഞാൻ എന്താ കാണിക്കുന്നത്? ഞാൻ ഒന്നും കാണിക്കുന്നില്ലല്ലോ. അല്ല, ഒന്നും പറയാറില്ല നീ. ഞാൻ പറയാറെന്ന് ക്ലീറ്റോ ഇപ്പൊ ഒരു മന്ത്രിയുടെ സ്ഥാനത്താന്നുള്ളത് ഓർമ്മ. അത്രക്കൊന്നും എത്തിയിട്ടില്ല. തങ്ക എന്താ നീ പറയ? മന്ത്രി ഒന്നും ആയില്ല മോളെ. ഇനി അതുപോലെ പ്രശ്നം ഉണ്ടാക്കാനാണ് ക്ലീറ്റസിന് നേരെ ഉണ്ടായിട്ട് വേണ്ടേ? എന്നാലും നോക്കി നടന്ന് ചീത്ത വിളിക്കൂ. അവനിഞ്ഞ് 100,000 പ്രശ്നങ്ങളിൽ ഇടപെടണം. ഇവന് വില ഉണ്ടാവില്ല, പക്ഷെ നാട്ടുകാർക്ക് ക്ലീറ്റോന് ഒരു വിലയുണ്ട്. ഞാൻ ആലോചിക്കുമ്പോ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്നറിയോ? ഇനി 24 മണിക്കൂർ ഇതിനകത്ത് ഇങ്ങനെ കുത്തിക്കെട്ടിരിക്കില്ലല്ലോ. രാവിലെ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞ് ഇറങ്ങി പൊക്കോളൂ. അല്ലെങ്കിലും ക്ലീറ്റോ തടച്ചൂത്തി അവിടെ ഇരിക്കില്ല. എന്നെ സഹായിക്കാൻ വേണ്ടി ഇച്ചിരി ഇരിക്കണതാ. അല്ലെങ്കിൽ ഫുൾ ടൈം പൊതുപ്രവർത്തനം. അതെ, ഇനി പരിപാടി ഒന്നും ഇല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിക്കോളൂ. ഇത് കാര്യങ്ങൾ കളിയാക്കണ ഇത് കാര്യം പറഞ്ഞാണ്. എന്തായാലും അവൻ വന്നിട്ടേ ഞാൻ പോണുള്ളൂ. അമ്മാവാ ധൃതി ഉണ്ടെങ്കിൽ പൊക്കോട്ടാ. കാരണം ഭയങ്കര തിരക്കായിരിക്കും. ക്ലീറ്റോന് ഉടനെ ഒന്നും വരില്ല. ഇല്ല, അവിടെ മീറ്റിംഗിന് വരുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടേ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം. നമ്മളിപ്പോ 3-4 കൊല്ലോട്ട് കേട്ടോണ്ടിരിക്കല്ലേ. എടാ, അത് അതുപോലെ അല്ലടാ. ഒരു ജില്ലാ നേതാവൊക്കെ ആവുമ്പോ ആ പ്രസംഗത്തിന് അതിന്റെ ഒരു ഇതുണ്ടാവില്ല. കേട്ടിരിക്കണം, നമുക്കും ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ? നീ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല, വെറുതെ വഴക്കുണ്ടാക്കലും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് മേലാൽ ചെയ്യരുതെന്ന്. ഇപ്പൊ അവനൊരു പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് വേണം ഞാൻ അവനോട് പെരുമാറാൻ. ഞാൻ അതിന് ആവശ്യമില്ലാതെ ക്ലീറ്റോനെ വഴക്കൊന്നും പറയില്ല. നിന്നോടെ ഞാൻ വഴക്കൂടാറുള്ളൂ. ക്ലീറ്റോനോട് ഞാൻ സ്നേഹത്തിലെ പെരുമാറാം. അയ്യോ, ഏത് നേരം കാരണം പറഞ്ഞിട്ട് ഇനി അവിടെ പിടിച്ചിരുത്തരുത്. അവൻ എങ്ങടാ പോണിച്ചാ പൊക്കോട്ടെ എന്ന് കരുതണം. അല്ല, എനിക്കും പോകാൻ പറ്റുമല്ലോ. എന്ത് കല്യാണം എന്നല്ല പാർട്ടി ഓഫീസിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കാർക്കേ പോകാൻ പറ്റൂ. അത് തമിഴ്നാടാന്നാ വിചാരം. കുടുംബടക്കം പാർട്ടി ഓഫീസിൽ പോയിരിക്കും. അല്ല, ക്ലീറ്റോ അല്ല പറഞ്ഞത്. നോക്കത്ര പന്തിയല്ലോ. ഒരു കുഴപ്പമില്ല. അതെ, മാല സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല കേട്ടോ. ഞാൻ ഫാസിൽ ഒരുപാട് കറങ്ങി. പിന്നെ തങ്ക നല്ല പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഗ്ലാസ് കുടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി അങ്ങ് പോവാൻ പൊതുയോഗത്തിന്. നിനക്കൊരു മൂഡ് ഔട്ട്? അങ്ങോട്ട് കേറിയിരിക്കേ, പായസം കൊടുക്കേ. എന്താ
പായസത്തിൽ ഇത്തിരി വിഷം കൂടി ചേർത്ത് എനിക്ക് താഴെ എന്താണ്ടായേ? എന്താ പ്രശ്നം? ഇവിടെ കാര്യം പറ. എന്താടാ ക്ലീറ്റോ? അറിയാതെ കാര്യല്ലേ? സന്തോഷം കൊണ്ടാണ്. ആ എന്താ പറ്റിയേ? ആ സേവിയറില്ലേ അയാൾ കാലുവാരി എങ്ങനെ 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 കാലുവരെന്ന് പറഞ്ഞ അവിടെ അവതരിപ്പിച്ച പാനലില് എന്റെ പേരായിരിക്കും എന്നോട് പറഞ്ഞത്. ആ അവസാന നിമിഷം അവിടെ പാനൽ അവതരിപ്പിച്ചപ്പോ എന്റെ പേരില്ല അമ്മാവ. അയ്യോ, അപ്പൊ നീ മെമ്പർ അല്ലേ? പിന്നെ അയാളുടെ മോന്റെ പേരാ അവിടെ എഴുതി കൊടുത്ത. അപ്പൊ ഇനി ക്ലീറ്റോനാവാൻ പറ്റൂലേ? അപ്പൊ നിന്റെ കൂടെ കുറെ പേരുണ്ടായാലും അങ്ങോട്ട് പോയപ്പോ അവരാരും നിനക്ക് വോട്ട് ചെയ്തില്ലേ? അവരൊന്നും എന്നെ പിന്താങ്ങിയില്ല. എല്ലാരും അയാളുടെ മോനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നീ ഇപ്പൊ മെമ്പർ അല്ല. ഞാൻ ഒന്നും വെളിയ പാർട്ടിയിൽ പോ. എന്റെ പൊന്നളിയാ, നിനക്കൊന്നും പറ്റിയ പണിയല്ല ഇത്. എടാ, രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. വലിയ വലിയ താപ്പാനകൾ വാഴുന്ന ഏരിയ. നിന്നെ പോലുള്ള ആളുകളുണ്ടല്ലോ ഈ തെരികിട പാർട്ടിക്കാര്, അവരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൂക്കും കുത്തി വീഴും. അവിടെയൊക്കെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുന്നവരാരാണെന്ന് നീ നോക്കിയിട്ടുണ്ടോ? അവരുടെയൊക്കെ ബന്ധുക്കള് ഇല്ലെങ്കിൽ മക്കള് ഇതുപോലുള്ള ആളുകളെ കാണൂ. നിന്നെ പോലുള്ള ആളുകളെയൊക്കെ പാർട്ടിക്ക് ആവശ്യം എന്തിനാണെന്നറിയാമോ? പോസ്റ്റർ ഒട്ടിക്കാനും ജയ് വിളിക്കാനും തല്ലുകൊള്ളാനും. ഇതാണ് രാഷ്ട്രീയം. Versus Alien.